ഹലോ, നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂളാണ് പഠിക്കാൻ പോകുന്നത്. അത് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ട ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ ആണോ എന്ന്. അതിന് നമ്മുടെ സപ്ലൈ വാല്യൂസ് ആഡ് ചെയ്തിട്ട് ഒരു വാല്യൂ കിട്ടും, ഡിമാൻഡ് വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. ആ രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കുകയാണ് വേണ്ടത്. ആ രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആദ്യം നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ കണ്ടുപിടിക്കണം. അത് ഇവിടെയായിട്ടാണ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ ബേസിക് സെല്ല് വെക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് വാല്യൂസും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നോക്കുക. ഒന്ന് 5ഉം മറ്റേത് 7ഉമാണ്. അതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എടുത്ത് നമ്മൾ ബേസിക് സെല്ല് ഉണ്ടാക്കുന്നു. 5ആണ്. അപ്പം 5 സപ്ലൈ മൊത്തം തീർന്നു പോയി നമ്മളിവിടെ ബേസിക് സെല്ലിൽ എടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് ആ റോ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. താഴെ ഡിമാൻഡ് ചെയ്ത് 7ആണ്, നമുക്ക് 5 കിട്ടി, ബാക്കി 2 വരും. ഇനി ബാക്കിയുള്ള കോളത്തിൽ നിന്ന് നോർത്ത് വെസ്റ്റ് കോർണർ കണ്ടുപിടിക്കും. അത് ഇവിടെയായിട്ടാണ് വരുന്നത്. അവിടെ നമ്മൾ ബേസിക് സെല്ല് ക്രിയേറ്റ് ചെയ്യുകയാണ് പോകുന്നത്. അപ്പം നമ്മൾ നോക്കും 8ഉം 2ഉം ആണുള്ളത്. നമ്മൾ മിനിമം വാല്യൂ 2 എടുക്കും. അപ്പം ഇവിടെ ഡിമാൻഡ് തീർന്നു പോയി. അപ്പോൾ ആ കോളം നമ്മൾ കട്ട് ചെയ്യും. ഇവിടെ 8ൽ നിന്ന് 2 എടുത്തു, ബാക്കി 6. ഇനി ബാക്കിയുള്ള സെല്ലുകളിൽ വെച്ചിട്ട് നോർത്ത് വെസ്റ്റ് കോർണർ കണ്ടുപിടിക്കും. അത് ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ 2 വാല്യൂസ് നോക്കും. ഒന്ന് 6ഉം ഒന്ന് 9ആണ് ഡിമാൻഡ്. അപ്പോൾ നമ്മൾ ചെറിയ വാല്യൂ 6 എടുക്കും. അപ്പോൾ ആ റോ കട്ടായി പോവും. പിന്നെ 9ൽ നിന്ന് 6 പോയി, ബാക്കി 3 ഉണ്ട്. ഇനി നമ്മൾ അടുത്ത ബേസിക് സെല്ല് എവിടെയാണെന്നാണ് നോക്കുന്നത്. അത് ഇവിടെയായിട്ട് വരും. ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ. ഇവിടെയാണ് നോക്കുന്നത്. അവിടെ കറസ്പോണ്ടിങ് വാല്യൂസ് 3ഉം 7ഉം. ചെറിയ വാല്യൂയെ 3 എടുക്കുന്നു. അപ്പോൾ ആ റോ ആ കോളം കട്ടായി പോകുന്നു. 7ൽ നിന്ന് 3 പോയി, ബാക്കി 4 ഉണ്ട്. ഇനി ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറാണ് നോക്കുന്നത്. അപ്പോൾ അത് ഇവിടെയായിട്ട് വരും. ഇവിടെ 4ഉം 18ആണ് ഉണ്ട്. നമ്മൾ ചെറിയ വാല്യൂയായ 4 മൊത്തം എടുക്കുന്നു. ആ റോ ഡിലീറ്റ് ആയി പോവും. ബാക്കി 14 ഉണ്ട്. അപ്പോൾ ഇവിടെ ആണ് അടുത്ത ബേസിക് സെല്ല് വരുന്നത്. അത് കറക്റ്റ് 14ആണ് വരുന്നത്. ഇതിങ്ങനെ രണ്ടും കട്ടായി പോവുകയാണെങ്കിലാണ് നിങ്ങളുടെ ഉത്തരം ശരിയെന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ബേസിക് സെല്ലും ആ സെല്ലിൻ്റെ അകത്തുള്ള വാല്യൂ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 5 ബേസിക് സെല്ല് ഇൻറ്റു 2 ആ സെല്ലിലെ വാല്യൂ, പ്ലസ് 2 ഇൻറ്റു 3, പ്ലസ് 6 ഇൻറ്റു 3, പ്ലസ് 3 ഇൻറ്റു 4, പ്ലസ് 4 ഇൻറ്റു 7, പ്ലസ് 14 ഇൻറ്റു 2. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ വാല്യൂ